സമയവും നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ സമയങ്ങളെ ലഘൂകരിച്ച് കളയുമ്പോൾ ഒരു ദിവസത്തിൽ നമ്മൾ എത്ര സമയം കർത്താവിന് കൊടുക്കുന്നുണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് പോലും ചില സമയങ്ങളിൽ കർത്താവിനോട് അടുത്ത് ചെല്ലാനായിട്ട് കുറച്ച് സമയം മാത്രമേ നമുക്കുള്ളൂ. ഈ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് ആർക്കും സമയമില്ല. പക്ഷേ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരപ്പൻ, നമ്മളെ സ്നേഹിക്കുന്ന ഒരപ്പൻ, അത് പറയുമ്പോൾ നിങ്ങളുടെ ആരുടെയൊക്കെ കണ്ണുകൾ നിറയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ, പ്രശ്നങ്ങളിൽ, ഭാരങ്ങളിൽ നമുക്ക് നല്ല സമയങ്ങൾ വരുമ്പോൾ എപ്പോഴും നമ്മൾ കർത്താവിനെ മറന്നു പോകും. ജീവിതത്തിൽ നല്ല സമയങ്ങൾ, സന്തോഷങ്ങൾ തരുന്ന നിമിഷങ്ങളിൽ മാത്രം നമ്മൾ കർത്താവിനെ മറക്കുകയും നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മൾ ആദ്യം ഓടിച്ചെല്ലുന്ന ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാണ്. അന്നേരവും ഇരു കരങ്ങളിൽ നീട്ടി നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരപ്പനുണ്ട്. നമ്മൾ അകന്നു പോയാലും, എത്ര ദൂരം പോയാലും, നമ്മൾ അകന്നകന്നു പോകുമ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നൊരപ്പൻ ഇമ വിട്ടാതെ ആ കണ്ണുകൾ എപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ അപ്പൻ്റെ സ്നേഹത്തെ നിന്ദിച്ചിട്ട്, ആ അപ്പൻ്റെ സ്നേഹത്തെ കളഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ പോകരുത്. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നോട്ടെ, പ്രശ്നങ്ങൾ വന്നോട്ടെ, പ്രതികൂലങ്ങൾ വന്നോട്ടെ, യോബിൻ്റെ ജീവിതത്തിൽ വന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ അത്രയും കഷ്ടത വന്നിട്ടില്ല. എന്നിട്ടും യോബ് പിടിച്ചു നിന്നു. താൻ തന്നെ ദൈവത്തെ സ്നേഹിച്ചു. ചോര തന്ന കർത്താവിനെ, നമുക്ക് വേണ്ടി ജീവൻ പോലും തന്ന കർത്താവിനെ സ്നേഹിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മളെല്ലാവരും പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ സ്നേഹിച്ച, നമുക്ക് ജീവൻ തന്ന കർത്താവ് വീണ്ടും വരും എന്നുള്ളതാണ്. അതിൽ സന്തോഷമുള്ള എത്ര പേരുണ്ട്? എന്നെ ചേർപ്പാൻ എൻ്റെ കർത്താവ് വരും. അപ്പനെ കാണണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. അപ്പനെ കാണുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഓടിച്ചെന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. നേരിട്ട് കാണുമ്പോൾ ഇതുവരെയും എൻ്റെ സ്വപ്നങ്ങൾ പോലെ ഞാൻ എൻ്റെ കർത്താവിനെ കാണുന്നു. പക്ഷേ മുഖാമുഖമായ ഒരു ദിവസം അപ്പനെ കാണും നമ്മൾ. ആ പ്രത്യാശ എത്ര പേരുടെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയില്ല. ആ പ്രത്യാശയോടെ ജീവിച്ചാൽ ഈ ലോകത്തിലെ ജീവിതം നമുക്ക് അത്രയ്ക്ക് സന്തോഷകരമായിരിക്കും. അതിനിടയിലുണ്ടാകുന്ന ഒരു ചെറിയ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഒന്നും നമുക്ക് വലിയതാ പ്രശ്നമായിട്ട് തോന്നത്തില്ല, വലിയ ഖനമുള്ളതായിട്ട് തോന്നത്തില്ല. നമുക്ക് ഒരുമിച്ച് പാടാം. മൽപ്രിയനെ, എന്നെ യേശു നായകനെ, എപ്പോൾ വരും?
എത്ര